സ്വകാര്യ സർവകലാശാലയിൽ വിസിക്കും പൊതുസർവകലാശാലയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും അധികാരം നൽകുന്ന ബില്ല് ഇന്ന് നിയമസഭയിൽ. വിസിമാരുടെ അധികാരങ്ങൾ വെട്ടിക്കുറുക്കുന്നതാണ് ബില്ലെന്നും ആക്ഷേപം. ബില്ലിൽ ചാൻസലറായ ഗവർണറുടെ തുടർ നടപടി നിർണായകം. സ്വകാര്യ സർവകലാശാല ബില്ല് ഇന്ന് നിയമസഭയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അവതരിപ്പിക്കുകയാണ്. നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ബില്ലുകളിൽ ഒന്നിൽ വിസിമാർക്ക് പരമാധികാരവും മറ്റൊന്നിൽ വിസിമാരുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കലുമാണ്. ചാൻസലറായ ഗവർണർക്കുള്ള പരിമിതമായ അധികാരങ്ങളെക്കാളേറെ അധികാരങ്ങൾ പുതിയതായി പ്രോ ചാൻസലറായ മന്ത്രിക്ക് ബില്ലിൽ നൽകിയിരിക്കുകയാണ്. സ്വകാര്യ സർവകലാശാലകളിൽ വിസി സർവകലാശാലയുടെ പരമാധികാരിയായിരിക്കുമ്പോൾ സംസ്ഥാനത്തെ പൊതു സർവകലാശാലകളുടെ വിസിയുടെ അധികാരം പൂർണ്ണമായും വെട്ടിക്കുറച്ച് സിൻഡിക്കേറ്റിനും PVCക്കും രജിസ്ട്രാർമാർക്കുമായി വീതിച്ച് നൽകിയിരിക്കുകയാണ്. ചാൻസലർ കൂടിയ ഗവർണർക്ക് സർവകലാശാലയുടെ ദൈനംദിന ഭരണകൃത്യങ്ങളിൽ ഇടപെടാൻ വ്യവസ്ഥ ഇല്ലാതിരിക്കെ നിലവിലേതിന് വ്യത്യസ്തമായി പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് സർവകലാശാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദീകരണം തേടാനും തുടർന്ന് മന്ത്രി നൽകുന്ന നിർദ്ദേശങ്ങൾ സർവകലാശാല പാലിക്കുവാനും പുതിയ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് സെനറ്റ് മീറ്റിംഗുകളിലും ബിരുദദാന ചടങ്ങുകളിലും അധ്യക്ഷത വഹിക്കുവാനും സർവകലാശാലകളുടെയും കോളേജുകളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ, അക്കാദമിക് പ്രോഗ്രാമുകൾ, പരീക്ഷാ നടത്തിപ്പുകൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച് മന്ത്രിക്കോ മന്ത്രി ചുമതലപ്പെടുത്തുന്ന ആൾക്കോ സർവകലാശാലയിൽ അന്വേഷണം നടത്താനും പുതിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ചാൻസലർക്ക് ലഭിച്ചിട്ടില്ലാത്ത അധികാരങ്ങളാണ് മന്ത്രിക്ക് പുതിയതായി വ്യവസ്ഥ ചെയ്യുന്നത്. എന്നാൽ സ്വകാര്യ സർവകലാശാലകളിൽ ഇത്തരം ഇടപെടലുകൾ ഒഴിവാക്കി വിസിക്ക് ഭരണ അക്കാദമിക് വിഷയങ്ങളിൽ പരമാധികാരം നൽകുന്നതിൽ സർക്കാരിന് വിയോജിപ്പില്ല. വിസിയുടെ തീരുമാനങ്ങളിൽ സിൻഡിക്കേറ്റിന് വിയോജിപ്പുണ്ടായാൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള ചാൻസലറായ ഗവർണറുടെ നിലവിലെ അധികാരവും എടുത്തുമാറ്റി. സ്വകാര്യ സർവകലാശാലകളിലും പൊതു സർവകലാശാലകളിലുമുള്ള വിസിമാരുടെ അധികാരങ്ങളിൽ ഒരേ സമയം വ്യത്യസ്ത നിലപാടുകൾ ബില്ലുകളിൽ വ്യവസ്ഥ ചെയ്യുന്നതിലെ അനൌചിത്യം അക്കാദമിക രംഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.